നോർമൽ നീഡിൽ യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഈ ഡിസൈൻ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കാണാം. ഞാനിന്ന് പഫ് സ്ലീവിൽ ഈ ഭാഗത്താണ് ഈ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഞാനൊന്ന് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടും ചേർത്ത് കൂട്ടി അടിക്കാതെയാണ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ട് ഇത് അങ്ങ് ചേർത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തോളാം. അതുപോലെ ഇതുപോലത്തെ ട്രാൻസ്പെറൻറ്റ് ക്ലോത്തുകൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കിക്കേ. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഈ തുമ്പാണെങ്കിൽ നമ്മൾ നേരെ വിടുമ്പോൾ നമുക്കിത് വഴിക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ബാക്ക് സൈഡ് ഈ ഭാഗത്തോട്ട് പിടിച്ച് വെച്ച് നമുക്കിതിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ താഴെയും ഇതിൻ്റെ താഴോട്ട് പിടിച്ച് വെച്ചിട്ട് നമുക്ക് മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഡിസൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഷുഗർ ബീഡ്സ്, അതുപോലെ സീക്വൻസ് ആൻഡ് ഫിറ്റിംഗ് സ്റ്റോൺസ് ആണ്. നമുക്കിതിൻ്റെ സെൻറ്ററിൽ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 1 ഇഞ്ച് ഗ്യാപ്പിൽ അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെൻറ്ററിൽ 3 ഇഞ്ച് മുകളിലോട്ട് ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. അവിടെ 3, അതിനുശേഷം അടുത്തത് 2.5, അതിനുശേഷം 2, ഇവിടെ 1.5. അങ്ങനെയാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പുറത്തും മാർക്ക് ചെയ്യണം. എന്നിട്ട് നമുക്കിനി സ്റ്റിച്ച് ചെയ്യാം. അതിന് മുൻപേ നമുക്കിനി ഇത് ഫ്രെയിമിൽ ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഡബിൾ സ്ട്രാൻഡ്സിൽ നൂലും എടുത്തിട്ടുണ്ട്. നൂലിൽ എൻഡ് നോട്ട് ഇട്ടതിന് ശേഷം താഴേന്ന് മുകളിലോട്ട് ആ എൻഡിൽ തന്നെ കോർത്തെടുക്കാം. എന്നിട്ട് ഞാൻ ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് 2 ബീഡ്സ് ചേർത്ത് കോർത്ത് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് 1 ബീഡ് യൂസ് ചെയ്തിട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഞാൻ ആ ലൈൻ ഫുള്ളും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു സൈഡ് ശകലം താഴ്ത്തിയിട്ട് ഞാനൊരു 5 ബീഡ്സും ഒരു സീക്വൻസും കൂടി കോർത്ത് കൊടുക്കുന്നുണ്ട്. 5 ബീഡ്സ് തന്നെ കോർക്കണമെന്നല്ല, നിങ്ങൾ വേണമെങ്കിൽ 3 ബീഡ്സും കോർക്കാവുന്നതാണ്. എന്നിട്ട് ഇതിങ്ങനെ സൈഡിൽ ശകലം ചരിച്ച് വെച്ച് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡും ശകലം താഴ്ത്തിയിട്ടും 5 ബീഡ്സും ഒരു സീക്വൻസ് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് 2 സൈഡും മാറി മാറി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു സൈഡ് ഫുള്ളും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഞാനിങ്ങനെ എല്ലാം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിൽ B7000 ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ടതിൽ ഈ കുന്തൻ സ്റ്റോൺസ് ഓരോന്നും ഒട്ടിച്ച് കൊടുക്കാം.
അപ്പോൾ ഞാനിതിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലുള്ള ബാക്കി വർക്കുകളെല്ലാം ഇതൊന്നും ഞാൻ ചേർത്തടിച്ചിട്ട് വന്ന് അത് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്കിതിൽ ഹാങ്ങിങ്സ് ഇട്ട് കൊടുക്കാം. ഞാനിതിൽ ഈ ഗ്യാപ്പുകളിലാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളിതിൽ കുറച്ചുകൂടി ചേർത്ത് ഇട്ട് കൊടുത്താലാണ് കാണാൻ ഭംഗിയുള്ളത്. ഞാൻ കുറച്ച് സ്പേസ് വിട്ടിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ എൻഡ് നോട്ട് ഇട്ടതിന് ശേഷം താഴേന്ന് മുകളിലോട്ട് ഇങ്ങനെ സൂചി കുത്തി പൊക്കിയെടുക്കാം. ഞാനിത് ഇവിടെ കൊടുത്തിട്ടുള്ള സെയിം ബീഡ്സ് തന്നെയാണ് ഹാങ്ങിങ്ങിനായിട്ടും കൊടുക്കാൻ പോകുന്നത്. ഞാനിവിടെ 6 ഷുഗർ ബീഡ്സ് ചേർത്ത് കോർക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ഹാങ്ങിങ് ബീഡ്, അതിനുശേഷം വീണ്ടും ഒരു ഷുഗർ ബീഡ് കൂടി കോർത്ത് കൊടുക്കണം. ഇതിത്രയും നമ്മൾ കോർത്തതിന് ശേഷം ലാസ്റ്റിൽ നമ്മൾ കോർത്ത ആ ഷുഗർ ബീഡിനെ വിട്ടിട്ട് ബാക്കിയെല്ലാം അതിൻ്റെ അകത്തുകൂടി ഒരിക്കൽ കൂടി അറ്റം വരെ ഒന്ന് കോർത്ത് സൂചി അങ്ങറ്റത്ത് എടുക്കണം. ഇങ്ങനത്തെ ബീഡ്സ് വർക്കൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നീഡിൽ നമ്പർ 10 ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഹാങ്ങിങ് റെഡിയായി. ഇതുപോലെ തന്നെ എല്ലായിടത്തും കോർത്ത് കൊടുക്കണം. ഇനി ആ നൂലിനെ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ കുത്തി അങ്ങറ്റത്ത് കൊണ്ടുപോയി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഇതാ ഈ ഭാഗത്ത് നമുക്കൊരു കുഞ്ഞു വർക്ക് കൂടി ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് 2 സ്ട്രാൻഡ്സ് നൂലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സൂചി ഇവിടെ കുത്തിപ്പൊക്കി എടുത്തതിന് ശേഷം ആദ്യം ഒരു സീക്വൻസ്, എന്നിട്ട് 5 ബീഡ്സ്, വീണ്ടും ഒരു സീക്വൻസ്, അങ്ങനെ കോർത്ത് കൊടുത്ത് ഇങ്ങനെ നേർക്ക് പിടിച്ച് വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ആദ്യം വെച്ച ആ സീക്വൻസിൻ്റെ അകത്തുകൂടെ വേണം പുറത്തേക്ക് സൂചി പൊക്കിയെടുക്കാൻ. അത് കഴിഞ്ഞിട്ട് 3 ബീഡ്സും ഒരു സീക്വൻസും കോർത്ത് കൊടുക്കണം. ഇങ്ങനെ ചരിച്ച് വെച്ചിട്ട് ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കണം. ആ സെയിം സീക്വൻസിൻ്റെ അകത്തുകൂടെ തന്നെ വീണ്ടും സൂചി കുത്തിപ്പൊക്കിയെടുക്കണം. എന്നിട്ട് വീണ്ടും അതുപോലെ 3 ബീഡ്സും ഒരു സീക്വൻസും കോർത്ത് കൊടുക്കണം. എന്നിട്ട് അപ്പുറത്തെ വശത്ത് അതുപോലെ ചരിച്ച് വെച്ച് ഒരു സ്റ്റിച്ചിടണം. എന്നിട്ട് കറക്റ്റായിട്ട് 1 ഇഞ്ച് ഗ്യാപ്പ് വെച്ച് അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ ഗ്യാപ്പിലൊക്കെ നമുക്കിതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സെൻറ്ററിൽ നമ്മൾ 5 ബീഡ്സ് കൊടുക്കും. അതുപോലെ 2 സൈഡും 3 ബീഡ്സാണ് വെച്ച് കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ ഫൈനൽ ലുക്ക്.